എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷജീറാണ്. ഞാനിപ്പോഴേ വടക്കാഞ്ചേരിക്ക് ഓട്ടം പോയിട്ട് ഞാൻ തിരിച്ചു വരിക കേട്ടോ. ഞാൻ ആ ഓട്ടം പോകുമ്പോൾ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര മണലാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് റോഡ് സൈഡിൽ തന്നെ ഒരു ഏട്ടനും ഭാര്യ രണ്ട് മക്കളൊക്കെ കൂടിയിട്ട് ഒരു ജ്യൂസിൻ്റെ ഒരു ചെറിയൊരു ഷെഡ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സ്ഥിരം വരുമ്പോഴൊക്കെ ഭയങ്കര തിരക്കാണ് അവിടെ കാണാറ്. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം കൊണ്ട് ഞാൻ എന്താണ് ഏതാണ് എന്നുള്ളത് എല്ലാവരുടെ മുമ്പിലും എത്തിക്കാനും അതേപോലെ ഇത് എന്താ കാര്യം എന്ന് നമ്മൾക്ക് അറിയണമല്ലോ. ആ കാര്യം കൊണ്ട് ഞാനിവിടെ നിർത്തുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ആളോട് തന്നെ ചോദിക്കാം. ഞാനിപ്പോഴേ ഓട്ടം പോയിട്ട് വരണ വഴിയാണ്. അപ്പോൾ ഞാൻ നിരന്തരം ഇങ്ങനെ പോകുമ്പോൾ ഞാനിവിടുന്ന് വെള്ളം കുടിക്കാറൊക്കെ ഉണ്ട്. കണ്ണേട്ടനെ അറിയില്ലേ? അപ്പം ഞാൻ എപ്പോഴും തിരക്കും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. കണ്ണേട്ടനും വൈഫും കുട്ടികളൊക്കെ അത്രയും, കാരണം എപ്പോൾ പോകുമ്പോഴും അങ്ങോട്ട് വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോഴൊക്കെ തിരക്കുണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അധികം ആരും കാണാനില്ല. നിങ്ങളിങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് ഓട്ടം പോകുമ്പോഴും അങ്ങനെ കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ തിരിച്ചു വരുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ? ഞാൻ ഈ മൈക്കൊന്ന് വെച്ചോട്ടെ. മഴ പെയ്തില്ലേ, മഴ പെയ്തോടുകൂടി കച്ചവടം ധാരാളമായി. അതുവരെയൊക്കെ നല്ല കച്ചവടമായിരുന്നു. നമ്മളിതില് വെള്ളം കൊടുക്കുകയാണെങ്കിൽ നമ്മള് സർബത്തൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിരുന്നു. അതുമാതിരി തണ്ണിമത്തൻ ഇതില് നിറച്ച്, അതെന്താ വെച്ചാൽ അവർക്ക് ദാഹം മാറും ചെയ്യും, നമുക്കൊരു സന്തോഷം. നമുക്ക് ഒരു കുറച്ച് ലാഭം കിട്ടിയാലും മതി, ഒരുപാട് ലാഭം പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ജ്യൂസൊക്കെ പോകാറുണ്ട്, ജ്യൂസ് ഇതിലെ പോകാറ്, ഇതിലെ കൊടുക്കുക നമ്മള് സർബത്തൊക്കെ ഇതിലും കൊടുക്കാറ്. ഗ്ലാസ് ഉപയോഗിക്കൽ വളരെ കുറവാണ്, നാരങ്ങ സോഡയിൽ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞ മാതിരി 10-12 അപ്പൊ ഇനിയിപ്പോ ഈ മഴ തുടങ്ങി കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 15 ദിവസമായിട്ട് 200-300 ഒക്കെ കച്ചവടമുള്ളൂ. ദയനീയ കച്ചവടം. ഇപ്പൊ കയ്യേട്ടപ്പോ എന്റെ മോൾക്ക് ഞാൻ ഓറഞ്ച് ജ്യൂസ് കൊടുത്ത്, ആരും ഇല്ല, ആൾക്കാരില്ല. ഒന്നാമത് കച്ചവടം വളരെ കുറവ്. കയ്യേട്ടപ്പോ ഈ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള കാര്യം ആദ്യം ഇവിടെ വെള്ളം ഇറങ്ങുന്നതിന്റെ ഒരു സൗകര്യം ഒന്ന് ക്ലിയർ ആക്കണമെന്നുണ്ട്. അത് ചെയ്തിട്ട് എനിക്ക് ചെറിയൊരു കഞ്ഞി പരിപാടി നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. കഞ്ഞി ഉച്ചക്ക് ആളുകൾക്ക് രാവിലെ നേരത്തെ തുടങ്ങിയിട്ട് വേനൽക്കാലം ആയ പറഞ്ഞ മാതിരി അതിന് നേരം കിട്ടില്ല. ഈ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇവനൊന്നും ലെവലായിട്ടില്ലേ. രണ്ട് കുട്ടികളാണ്. താമസിക്കുന്നപ്പോ എങ്ങനെയാണ്? താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. അത് ആകെ പൊളിയാറായിട്ട് കിടക്കുന്നത്. അല്ലേ, വാടക വീട്ടിലാണ് താമസിക്കുന്നത്? ഇവിടെ തന്നെയാണോ? ഇവിടെ അപ്പോ പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പൊ ഉള്ളത് തൃശ്ശൂർ ജില്ലയില് ചേലക്കര മണലാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കാണുന്ന ആളുകളൊക്കെ ഇതുപോലുള്ള കുടുംബങ്ങളെ, കാരണം അവർക്കൊരു നിത്യ വരുമാനത്തിനും അവരുടെ 2 മക്കളാണ്, വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ മഴക്കാലം ആകുമ്പോൾ അവർക്ക് ഇവിടെ ഇപ്പോൾ ഒരു കഞ്ഞി കാര്യങ്ങളൊക്കെ തുടങ്ങണം എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ സാമ്പത്തികമായിട്ടൊന്നും ഉള്ള ആളുകളല്ല. അപ്പോൾ ഇവരെ സഹായിക്കാൻ പറ്റുന്ന ആളുകൾക്ക് സഹായിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് കൂടെ വാഴക്കോട്, ഇപ്പോൾ ചേലക്കര വാഴക്കോട് എന്ന ഭാഗത്തിലുള്ള ഫാമിലീസും ആളുകളൊക്കെ ഇതുപോലുള്ളവരെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഇവർക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള ആളുകളാണ്, ഇങ്ങനെയുള്ള കുടുംബങ്ങളെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. ഫിറോസ്കതിനെ പോകുമ്പോൾ ഒരു ദിവസം അന്നൊരു ചേലക്കരയിലെ ഉദ്ഘാടനത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ നോട്ടീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് ഇങ്ങനെ പാസ് ചെയ്യുന്ന അപ്പൊ അന്ന് അവിടെ എത്തിയിട്ട് കണ്ടു. ഞാൻ എനിക്ക് വിളിക്കാൻ പറ്റില്ല, അപ്പോഴേക്കും പാസ് ചെയ്ത് വണ്ടി കണ്ടു. വണ്ടി നമ്പർ അടക്കം ഓർമ്മയുള്ളതാണ്. ഞാൻ ഉള്ള വീഡിയോസ് ഒക്കെ കാണുന്നതാണ്. പറ്റാവുന്ന ഷെയർ ചെയ്ത് നമുക്കൊന്നും അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടാവാറില്ല. അപ്പൊ ഫിറോസ് ഖാനോടും പറയാനുള്ളത്, ഫിറോസ് ഖാനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബം കൂടിയാണ്. നമുക്ക് ആളെ ഭയങ്കര താല്പര്യമാണ്. ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്താൽ നമുക്കൊന്നും ആരും സഹായിക്കാൻ പറ്റില്ല. ആള് വേറെ ലെവലാണ്. നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കുറെ ആൾക്കാർ അംഗീകരിക്കാത്ത ആൾക്കാർ. അല്ല, നമ്മളും ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോന്റെ കാര്യമായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ആ നിൽക്കാൻ കാരണം ഒരു നിമിത്തമായി വീഡിയോ കാണുന്ന എല്ലാവരോടും. കാരണം കണ്ണേന്റെ ഈ ഭാഗത്ത് കൂടെ നമ്മൾ വണ്ടി വാടക വിളിച്ച് വരുമ്പോഴൊക്കെ നമ്മൾ അധികവും കഴിക്കുക ഇവിടുത്തെ ഒരു മറ്റേ ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിനും ഒരു പ്രത്യേകത ഉണ്ട്, അത് തരുന്നതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ, കാരണം നിങ്ങൾ ഈ വഴിക്കൂടെ പോകുമ്പോൾ ആളുടെ സ്പെഷ്യൽ എന്താ പറയുക ഒരു സംഭവമാണ് ഈ ഒരു അതല്ലേ, അത് ഈ നന്നാരി സർബത്തും അതേപോലെ തന്നെ ഈ ഒരു ഓറഞ്ചിന്റെ ജ്യൂസും. അപ്പോൾ എല്ലാവരും നോക്കുക, ഈ ഓറഞ്ചിന്റെ ജ്യൂസിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഈ ഭാഗത്ത്, അതായത് ചേലക്കര, പഴയന്നൂര്, വടക്കാഞ്ചേരി ഭാഗത്ത്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു സെറ്റപ്പ് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കണമെന്നും കൂടി കാണും. ഇത് എവിടുന്ന കണ്ടിട്ടാ ഈ മെഷീനും ഇത് എനിക്ക് ഒരു ഇസ്രായേലിലുള്ള ഒരു സാറ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. കണ്ണൂര് പയ്യന്നൂരുള്ളതാണ് ഷെജി എന്ന് പറഞ്ഞിട്ട് സാറ്. ഞാനിത് 2-3 പ്രാവശ്യം ഓൺലൈനിൽ ഓർഡർ ചെയ്തു, 3 പ്രാവശ്യം വന്നു, പക്ഷെ വാങ്ങാനുള്ള സാഹചര്യം അവിടുത്തെ ഉണ്ടായില്ല. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു സാർ ഇങ്ങനെ ഒരു എനിക്ക് ആഗ്രഹം ഉണ്ട്, ചെയ്തു തരുമോ ചോദിച്ചു. അപ്പൊ ആള് ഞാൻ നോക്കി നോക്കട്ടെ, ഓൺലൈനിൽ നോക്കട്ടെ എന്ന് പറഞ്ഞ ആള് നോക്കി. ഫെബ്രുവരി 2-ാം തീയതി എനിക്ക് ഈ സാധനം കിട്ടിയത്. ഞാനാണ് ഇവിടെ ഈ ഇതിപ്പോ അടിയിലൊന്നും വെക്കാൻ ഒന്നും ഇതാക്കൊന്നും വേണ്ട, ഇതിൽ തന്നെ ലോഡാണ്. എന്തായാലും കനല ടൈപ്പ് ആയിരുന്നു വണ്ടി പോയാലൊന്നും. അതേപോലെ തന്നെ നമുക്ക് ഓറഞ്ചിന്റെ ആ ഫ്രഷ്നെസ്സും കാര്യങ്ങളൊന്നും നമുക്ക് ഇതാവൂല. ഓറഞ്ച് ഇപ്പൊ സീസൺ കഴിഞ്ഞല്ലോ, കുറച്ചിപ്പോ നീര് കുറവാ, ചെറിയ ഓറഞ്ചുകളാ വരുന്നത്. അനാറ് ചെയ്യാറുണ്ട്, മൂസമ്പി. നമ്മള് ലാസ്റ്റ് കുറച്ച് നന്നാരി അതില് ചെറിയൊരു പുളി ഉണ്ടാവും. ഇത് ഓറഞ്ച് ജ്യൂസ് നമ്മളൊരു ആദ്യം വാങ്ങിയത് 40 രൂപയാണ്. ഇപ്പൊ കുറച്ച് ഓറഞ്ച് വില കൂടി കാരണം നമ്മൾ 50 രൂപ വാങ്ങുന്നത് അല്ലേ, കുറച്ച് റേറ്റ് കൂടുതൽ. എപ്പോഴും ഓറഞ്ച് ജ്യൂസ് ഒന്നും പറയല്ല, അടിപൊളിയാണ്. കാരണം ഒന്ന് നമ്മൾ ഈ കുടത്തിലാണ് ഓൾറെഡി ജ്യൂസ് തരുന്നത്, അതിന് പുറമെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച്, പിന്നെ ഐസ്, പിന്നെന്താ നന്നാരി വീട്ടിൽ ഇതാക്കണല്ലേ. ആ നന്നാരിയുടെ ടേസ്റ്റിന് ഒരു വേറെ ലെവലാണ്. അതേപോലെ ഇനിയൊരു നന്നാരി സർവത്തും കൂടി ഞങ്ങൾക്ക് തന്നെയാണ് കേട്ടാ. അപ്പൊ എന്തായാലും നന്നാരി സർവത്തും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ കുടം തന്നെയാണ് കേട്ടാ. മറ്റേ ഈ ഒരു സ്റ്റീലിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതാവുമ്പോ അടിപൊളി. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലുള്ള കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുക. എല്ലാവരും ഈ ഭാഗത്തു കൂടെ, ഈ മണലാടി വടക്കാഞ്ചേരി ചേലക്കര ഭാഗത്തു കൂടെ വരുമ്പോൾ ഈ കുടുംബത്തിനെ കാണാം, ഈ ഫാമിലിനെ കാണാം. നിങ്ങൾക്ക് അടിപൊളി ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും സഹകരിക്കണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.